നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം എന്തെല്ലാം ഓർമ്മകൾ. ഈ പാലം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താ ഓർമ്മ? എനിക്ക് കോമഡി, ഞാൻ ചിലപ്പോ പറഞ്ഞ ആൾക്കാർക്ക് അത് കോമഡി എന്ന് പോലും മനസ്സിലാവില്ല. സസ്പെൻഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ട് മൈനെ കണ്ടു. നമ്മൾ ലക്കിയാണ്. ഒറ്റ മൈനെ കണ്ട ശാപം അമ്പാട്ടി രക്ഷിച്ചണേ അച്ഛ കപ്പലെന്ന് പറഞ്ഞു വിടല്ലേ. പ്രാവ് കണ്ടു. പ്രാവിന്റെ കാട്ടം കണ്ടു. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞ ഗുൽഷന് ഇഷ്ടപ്പെട്ടില്ല. വളരെ നല്ല വ്ളോഗാണ്, എല്ലാരും പറയണം. എലിമിനേറ്റഡ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മള് കുട്ടര അച്ഛന്റെ വീട്ടിലേക്ക് പോവാണേ. അതായത് തേജാന്റെ വീട്ടിലേക്ക് പോവാണ്. ശാസ്ത്രനടയിലേക്ക് പോകുന്നു. ആദ്യമായിട്ടാണ് ഗുൽസു പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മളും ഗുൽസും ഒക്കെ. അപ്പൊ അച്ഛമ്മേനെയും അപ്പൂപ്പനെയും അപ്പച്ചീനെയും ബാനു ചേച്ചീനെയും എല്ലാരെയും കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗുൽസു ഓൾറെഡി റെഡിയായി സെറ്റ് ആയിരിക്കുകയാണ്. എന്റെ റെഡി ആവല് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഗുൽസുവിന്റെ ഡ്രസ് പാക്കിങ്ങും എന്തായാലും പണ്ട് എനിക്കൊന്നും അറിയണ്ടായിരുന്നു. അമ്മ എന്താ വെച്ചാൽ പാക്ക് ചെയ്തെടുക്കും. ഇപ്പൊ എനിക്ക് ഗുൽസുവിന്റെ കാര്യങ്ങളൊക്കെ യാതൊരു ചെയ്യണല്ലോ. പകരെ പാക്കിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഗുൽസു ഉറങ്ങായിരുന്നു ഇത്ര നേരം. ഇപ്പൊ ഗുൽസു എണീറ്റിട്ടുണ്ട്. ഗുൽസു ഈ സോൾട്ട് സെറ്റ്, ഇനി പാമ്പർ മാത്രം ഒന്ന് മാറ്റി പോയാൽ മതി. എല്ലാവരും റെഡിയായി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ പിന്നെ ഇടയിലൊന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കമാൺ ഗുൽസു. പാസിംഗ് ഷോട്ടാണ്. ഗുൽസു ആയിട്ട് പാസിംഗ് ഷോട്ട് പോയി. അപ്പൊ ഇനി കഴിച്ചിട്ട് ഞാൻ ബാക്കി റെഡി ആവുമ്പോ കാണാം. ഫുൾ സാധനങ്ങൾ സെറ്റാണ്. ഞാനും ലഗേജും ഭയങ്കര കളർഫുൾ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. ഇപ്പൊ എന്താ പറയാ, ഗുൽസുവിനൊക്കെ ഫുൾ റെഡി ആക്കിയിട്ട് എനിക്ക് റെഡി ആവാൻ പറ്റുള്ളൂ. എന്തായാലേ വ്യത്യാസം കാലത്തിന്റെ പോക്ക്. അപ്പൊ ഞാന് ബാക്കി മോയ്സ്ചറൈസർ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇനി ഒരു ലിപ്സ്റ്റിക് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും ട്രൈ ചെയ്യണമെന്ന്. സ്റ്റേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ന്യൂ ലിപ്സ്റ്റിക്സ് ആണ്. നിങ്ങൾ കണ്ടു നോക്കൂ. ഭയങ്കര അടിപൊളി ഐഡിയ ആണ്. നമുക്ക് 3 ഷെയ്ഡ് കിട്ടുമായിരുന്നു. അതായത് ഇതിനെ പറയുന്നത് തന്നെ ലവ് ട്രയാങ്കിൾ എന്നാട്ടോ. 3-in-1 ലിപ്സ്റ്റിക്. നോക്കൂ, എന്താ പറയുക, ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട്, ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട്. ആൻഡ് ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഷെയ്ഡ് കിട്ടും. അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് ഒറ്റ ലിപ്സ്റ്റിക് കയ്യിൽ ക്യാരി ചെയ്താൽ മതി. നമുക്ക് അപ്പൊ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ്. ഇതിൽ തന്നെ 5 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. 5 ഡിഫറെന്റ് ലിപ്സ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര ഷെയ്ഡ്സ് കിട്ടിയില്ലേ? അടിപൊളിയല്ലേ? എനിക്ക് ആ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടെക്സ്ചറും ഇഷ്ടപ്പെട്ടു. ഇതിൽ അവോക്കാഡോ ഓയിൽ ഉള്ളതുകൊണ്ട് അതിനൊരു നറിഷ്മെന്റ് ഉണ്ട്. അങ്ങനെ ഭയങ്കര ഡ്രൈ ഫീൽ അല്ല ലിപ്സിലേക്ക്. ആൻഡ് ഇത് ലോങ് ലാസ്റ്റിംഗ് എന്നാണ് പറയണത്. ആൻഡ് ഇറ്റ്സ് വാട്ടർ പ്രൂഫ് ഓൾസോ. ഓഫീസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോൾ ഡേ നിൽക്കണം എന്നുണ്ടെങ്കിൽ യു കെൻ ട്രൈ ദിസ് ലിപ്സ്റ്റിക്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ്. ലിപ്സ്റ്റിക് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇട്ട ആള് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഷെയ്ഡ് നമ്പർ 4 ന്യൂഡ് ഓർക്കിഡ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പെട്ടിരിക്കണം. ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അറിയാലോ, ഒരു ഡിസ്കൗണ്ട് കിട്ടും. എൻ്റെ കോഡ് യൂസ് ചെയ്താൽ മതി, മാളവിക 2025. അപ്പോൾ നല്ല ഡിസ്കൗണ്ട് എമൗണ്ട് കിട്ടുന്നതാണ് അവർ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും നോക്കി നോക്കൂ. ആൻഡ് ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ, നൈക്ക ആൻഡ് പർപ്പിൾ. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. ഞങ്ങൾ കുറച്ച് മയക്കത്തിലിരിക്കുകയാണ്. ഇന്ന് എന്തൊക്കെ അംഗങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് വഴിയിൽ നിന്ന് കാണാം.
Gulsu, are you ready to go to Achama's house? Yes! ഇനി നമ്മൾ കണ്ടുമുട്ടിയ സ്ഥലം അല്ലേ? എന്തെല്ലാം പന്ന ഓർമ്മകൾ, നല്ല ഓർമ്മകൾ. ഇപ്പതാ ഒരു ട്രോഫി നമ്മുടെ കയ്യിലിരിക്കുന്നു. ഈ പാലം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. രാവിലെ ഓരോ പെർഫോമൻസ് ഉള്ള സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് പാലമാകുമ്പോ അയ്യോ സ്റ്റുഡിയോ എത്താറായല്ലോ എന്നുള്ളൊരു നെഞ്ചിടിപ്പോട് കൂടി. എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. എനിക്ക് പേടിയായിരുന്നു, കാരണം ഞാനങ്ങനെ സ്റ്റേജിലൊന്നും അധികം കയറാം. ഞാൻ പണ്ട് ചോദിക്കായിരുന്നു എന്റെ സ്റ്റേജിൽ കയറുന്നത്, ഞാൻ പറയും എനിക്ക് ഭയങ്കര ടെൻഷൻ, മാളുവിന് ടെൻഷൻ. എനിക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. ഞാൻ അല്ലല്ല, അത് ചിലപ്പോ ഡാൻസിന്റെ അതിനൊന്നും എനിക്ക് ഇപ്പൊ നമ്മൾ പഠിച്ച സാധനങ്ങളില്ലേ, എനിക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ഈ സ്പോർട്ട് സംഭവങ്ങളും പിന്നെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. എനിക്ക് സ്കിറ്റ് മാത്രമേ ഉള്ളൂ. അയ്യോ സ്കിറ്റ് എനിക്ക് ടെൻഷനാ. തേസേട്ടന് സ്കിറ്റ് ടെൻഷൻ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഡാൻസ്. സ്കിറ്റ് എന്റെ പൊന്നെ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോമഡി ഒട്ടും സെറ്റ് ആവില്ല. നമ്മൾ ഇരിക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് പറയാന്നല്ലാണ്ട് എനിക്ക് കോമഡി, ഞാൻ ചിലപ്പോ പറഞ്ഞ ആൾക്കാർക്ക് അത് കോമഡിയാന്ന് പോലും മനസ്സിലാവില്ല. എന്റെ ഈ സ്ലാങ് തന്നെ അതിനൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എലമെന്റേ അല്ല കോമഡിക്ക്. പിന്നെ എനിക്ക് സ്കിറ്റൊന്നും നടക്കില്ല. ഡയലോഗ് കാണാപ്പാടം പഠിച്ച് അത് കറക്റ്റ് സമയത്ത് പറയാമെന്നല്ലാണ്ട് കോമഡി എനിക്ക് ഒട്ടും, സത്യം പറഞ്ഞ സ്കിറ്റ് എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു ചെയ്യാൻ. കാരണം എനിക്ക് അതിന് കഴിവില്ല. കാരണം തീർച്ചയായിട്ടും അതിൽ ടാലന്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മുഖം റൗണ്ട് ആയിരുന്നു. മുഖം റൗണ്ട് എനിക്ക് അതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോഹൻലാലിന്റെ സതയം എന്ന് പറഞ്ഞ സിനിമ 10 തവണയെങ്കിലും കണ്ട്. അത് ഭയങ്കര ഒരു ഡാർക്ക് സംഭവം. എന്നിട്ട് അതിനു മുമ്പ് കുറെ പെർഫോമൻസ് ഒക്കെ ഇല്ലേ, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ ഈ സതയം മാത്രം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ച്, കാരണം സീരിയസ് ആവണ്ടേ നമ്മള്. അങ്ങനെ നമ്മുടെ ഗുൽസു ആലപ്പുഴ ജില്ല ക്രോസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതൊക്കെ ജില്ലയിൽ പോയി ഗുൽസു? പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂര്, എറണാകുളം. പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം, കോട്ടയം പോയില്ല, ആലപ്പുഴ. ഇനി അടുത്തത് കൊല്ലം. പത്തനംതിട്ട ജില്ലയും നമ്മൾ പോലും പോയിട്ടില്ല. എന്തൊക്കെയാ അമ്മ പയ്യനത്? അമ്മക്ക് വേറെ പണിയില്ലാത്തോണ്ട് പറയണ്ടേ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ. അതെന്ത് സാധനം? അല്ല അത് റഡാർ. കപ്പൽ വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ആയിരിക്കും. ശരി, നല്ല ആളാ. നമ്മുടെ ഫേവററ്റ് സ്ഥലം കടല്. ദേശേട്ടന്റെ ലീസ്റ്റ് ഫേവററ്റ് സ്ഥലം അല്ലേ? പക്ഷെ അങ്ങനെയില്ല, ദേശേട്ടന് ഇഷ്ടമൊക്കെ അല്ലേ? കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നു. കടലിലെ ഒരു നിശബ്ദത കുറച്ച് കഴിഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. ഷിപ്പിൽ നല്ല കമ്പനിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മള് അത് തന്നെ ഓവർകം ചെയ്തു പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ രാത്രി വെളിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ നിശബ്ദമായിട്ട് ഇരുട്ട് നമ്മള് അപ്പൊ നമ്മൾ മനസ്സിലാവും വീട്ടിൽ നിന്ന് എന്തുമാത്രം ദൂരെയാണ്. നമ്മൾ വിചാരിച്ചാൽ പോലും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു ചെറിയ ഡാർക്ക് 6 മണി ആയപ്പോഴേക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി, ഗുൽസുനും വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു തിരക്കില്ലാത്ത റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഗുൽസുനും ഫീഡ് ചെയ്തു, അതുപോലെ എനിക്കും ഫീഡ് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തിരക്കില്ല, അതുകൊണ്ടാണ് ഗുൽസുമായിട്ട് വന്നതെന്നൊക്കെയാണ്. അവിടെ ഭയങ്കര പാട്ട് വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തത്. അമ്മ നല്ല ലൈറ്റിൽ നല്ല സെറ്റായിട്ടിരിക്കുന്നു. ഇരുട്ടത്ത് അമ്മയ്ക്ക് അവിടെ ഹൈലൈറ്റ് ഇത് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശാസ്ത്രനട എത്തിയിരിക്കുകയാണ്. ഗുൽസുവിന് ശാസ്ത്രനട എത്തിയില്ല, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ എത്തും. ഗുൽസു ഇവിടെ ബഹളം വെക്കാൻ തുടങ്ങി. എത്തിന്ന് ഗുൽസുവിന് മനസ്സിലായി. സന്തോഷത്തിന്റെ ആഹ്ലാദ പ്രകടനമാണ് നമ്മളെ കേട്ടോണ്ടിരിക്കുന്നത്.
ഏതാ സൗണ്ട് ഉണ്ടാക്കി കൂട്ടുക ആ ചേച്ചിയാന്ന് മനസ്സിലായി. എവിടെ കൊടുക്ക രണ്ടിടി കൊടുക്ക റെഡിക്ക്. ഞങ്ങളൊന്നും പറയാറൊന്നും ആയിട്ടില്ല. എന്താണെന്ന് ഒബ്സർവ് ഹായ് ഹലോ. ഞങ്ങള് അപ്പൂപ്പന്റെ പുതിയ കാറിലൊന്നും ചുറ്റാൻ പോവാ. ആണോ? ഏതാ പൂപ്പ? ക്രിസ്മസ് അപ്പൂപ്പൻ. ഏതായാലും ഉറങ്ങില്ല ഞങ്ങള് കാരണം ഇത്രയും മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഇനി ഞങ്ങൾ ഉറങ്ങിയില്ല. മിനിമം 12 മണിയെങ്കിലും ആവും. അതുവരെ ഞങ്ങൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കും. ഞങ്ങൾ അപ്പൂപ്പന്റെ കാടൊന്ന് പരീക്ഷിക്കാൻ അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് മളു വണ്ടി? ഓക്കെ, താങ്ക് യു. അല്ല, ഒരു ക്വാളിറ്റി ഇല്ല. സസ്പെൻഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റിയറിംഗ് കുറച്ച് ലൈറ്റ് ആണ്. കാരണം നമുക്ക് മറ്റേത് ഓടിക്കുമ്പോ നമുക്കൊരു ഒരു ചെറിയൊരു പേടി വരും. പക്ഷെ അത് സെറ്റാണ്. നല്ല നമുക്കൊരു ഒരു ബലമുള്ള വണ്ടിയിലിരിക്കുന്ന ഫീൽ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. സ്ട്രോങ് ഫീൽ ഉണ്ട്. സസ്പെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും ഗിയറും ട്രാൻസ്മിഷൻ അല്ലേ അറിയുന്നില്ല. കുറച്ച് സ്മൂത്ത് അല്ലേ ടോർക്ക് കൺവേർട്ടർ. നമ്മുടെ ഇവിടെ റോഡിൽ അങ്ങനെ നമുക്ക് പറ്റില്ല. പറ്റാത്തതുകൊണ്ട് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു തേജസായിട്ട് എടുത്ത കാരണം. ഇതിന്റെ യഥാർത്ഥ ഓണർ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട്. മിസ്റ്റർ ജ്യോതികുമാർ ഗോപിനാഥ്. അടിപൊളി. ഹലോ, ഇന്നലെ പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് രാവിലെ വന്നിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ വന്നിട്ടല്ല, രാവിലെ എണീറ്റിട്ടും പിന്നെ നമ്മൾ ഒന്ന് സെറ്റ് ആവണ്ടേ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഉത്സവം അവിടെ ചില്ലിങ് വിത്ത് അച്ഛൻ, അപ്പൂപ്പൻ ആൻഡ് ഓൾ. ഞാൻ കാണിച്ചു തരാം. അപ്പൂപ്പൻ്റെ പാട്ട് കേട്ട് ഉറങ്ങുന്ന ഉത്സവം. ഹലോ 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 ഗിൽസ്. അയ്യോ, സീന. ഓക്കെ, വേണ്ട. ഓക്കെ, കൂൾ. We are going to railway station. To Andi Ottapalam going. Ernakulam going. Okay. Hi. ഗുൽസൂന് ഇന്ന് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം. Hi guys. കണ്ടോ ഇവിടെ കണ്ടോ ട്രാഫിക്കിൽ ആൾക്കാര് വണ്ടി നിർത്തുന്ന ഈ ലൈൻ അപ്പുറം പോലെ. എനിക്ക് ബൈക്കുകാർ ഇല്ലോ മാനം കെടുത്താനായിട്ട് ലൈൻ ഇപ്പുറം പോലെ. Bye bye അമ്മമ്മ. ബാനുവിനോട് പറയൂ. Okay, bye. Take care.
എവിടെ പോവാന്ന് പറഞ്ഞിട്ടോ എവിടെ പോവാന്ന് പറഞ്ഞിട്ടോ അത് ഞങ്ങളെന്താ കൊണ്ടുവന്നു ആ പോട്ടെ പോട്ടെ കേറിക്കോ ഓക്കെ ബൈ ബൈ ആ ഗ്യാസ് ഇപ്പോഴെങ്കിലും ഓർത്തല്ല ആ ഓക്കെ ബൈ കിളികളെ കണ്ടോ പൂവ് കണ്ടോ പ്രാവ് കണ്ടോ പ്രാവിന്റെ കാട്ടം കണ്ടോ ഇവിടെ ശബ്ദം ഇതൊക്കെ ഫ്ലാറ്റ് ഇരുന്ന് അറിയോ അറിയാൻ പറ്റൂ മരം ഇതാണ് ചെന്തങ്ങ് ഇത് ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു മരം നമ്മൾ ആർട്ടിഫിഷ്യലിലെ കണ്ടിട്ടുള്ളൂ ഇതാണ് ഒറിജിനൽ കേട്ടോ ആ ഇത് പൂ പിടിക്കുന്ന ചെടി കണ്ടോ പൂച്ചെടി അതുകൊണ്ട് മൈന എന്താ മൈന 2 മൈനയെ കണ്ടു നമ്മൾ ലക്കിയാണ് ഒറ്റ മൈനയെ കണ്ട ശാപം കിട്ടും കുട്ടീനെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് പഠിപ്പിച്ചു കൊടുക്കല്ലേ അങ്ങനെ ഇതാണ് ഇത് അപ്പൂപ്പയുടെ പുതിയ കാർ അപ്പൂപ്പസ് ന്യൂ കാർ ഓക്കേ അത് നീ അമ്പാട്ടി ഇനി അമ്പാട്ടിയെ കാണിക്കാം കേട്ടോ തല ചെവി മൂടിയിട്ടില്ലേ ഓക്കേ ഇത് അച്ഛയുടെ കാറ് അമ്പാട്ടിയെ അമ്പാട്ടി രക്ഷിച്ചണ്ണേ അച്ഛ കപ്പലെന്ന് പറഞ്ഞു വിടല്ലേ ബൗബോമാമ അയ്യോ അമ്മയെ പോലെ ഒരു അമ്മയാണ് ആ ബൗബോമാമ പാല് കൊടുത്ത് പരിപ്പിളകിയിരിക്കുന്നു ഓക്കെ ഇന്നത്തെ ട്രിപ്പ് മതി ഞാൻ എത്തുക ട്രിപ്പ് കഴിഞ്ഞു അപ്പോൾ ഈ വ്ളോഗിന് ഒരു എൻഡ് ഒന്നും കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഇവിടെ നമ്മൾ ഇത്ര ദിവസം ഇങ്ങനെ ചില ഉണ്ടായ ചില പോർഷൻസ് കാണിച്ചു തന്നാണ്. അപ്പോൾ ഇനി എന്താ ഉത്സവയുടെ ആകാശമൊക്കെ നോക്കി കിടക്കുന്നു. അതൊക്കെയായിരുന്നു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല. ഒരു തട്ടിക്കൂട്ട് വ്ളോഗായിരുന്നു. തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞ കുറിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. വളരെ നല്ല വ്ളോഗായിരുന്നു എല്ലാവരും പറയണം. അപ്പം ശരി, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.